എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റിന്റെ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തോണ്ട് കീഴിലേക്ക് പോവാം. യെസ്, പറഞ്ഞോ. ടൈല് ഹെഡ് ഇന്നത്തെ കിഴി എപ്പിസോഡിന്റെ ഒരു എഴുത്ത് വെച്ചിട്ട് ഭീകര കിഴികളായിരിക്കും കേട്ടോ എടുക്കുന്നതൊക്കെ. പക്ഷെ ജയം എനിക്ക് മാത്രം. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ജയിച്ച് കാണിച്ചിട്ട് ഞാൻ പറയാം. ഞാൻ തുടങ്ങി. ലാൽ സലാം സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. പുതുക്കിയ റിലീസ് ഡേറ്റ് ആട്ടോ. ഫെബ്രുവരി 9 ചിത്രം തിയേറ്ററിലേക്ക് എത്തുക. വിഷ്ണു വിശാലാണ് നായകനായി വരുന്നത്. നമ്മുടെ രജനീകാന്ത് ഇതിലൊരു കാമിയോ റോള്, സ്പെഷ്യൽ അപ്പിയറൻസ്. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്തത് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഡബ്ബിംഗ് ചെന്നൈയിൽ പുരോഗമിക്കുന്നുണ്ട്. അതിന്ന് ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഇട്ടതാണ്. അതായത് നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ. അല്ല, ഞാനല്ലാതെ ആരാന്ന് എനിക്ക് പറഞ്ഞൂടാ. പ്രണവിന്റെ ഒരു ഫോട്ടോ. പിന്നെന്താ, ഏപ്രിൽ റിലീസ് ചെയ്യാനുള്ള തകർക്കാനുള്ളതാ. നമ്മളെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അടുത്ത കിഴി കൽക്കി. എന്താണ് കൽക്കി? ഞാനിങ്ങനെ ആവർത്തിച്ച് നിന്നിട്ട് കാര്യമില്ല. നീ പറയടാ. ഞാൻ പറയില്ല, നീ പറഞ്ഞോ. എനിക്ക് പറയാനുള്ള ഇഷ്ടം പോലെ കിഴികൾ ബാക്കി കിടക്കുന്നു. എത്രയോ വലുത്. കൽക്കി സിനിമയുടെ റിലീസ് ഡേറ്റ് മെയ് 9 എന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടാവും? പറയാനില്ല. എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ പോലെ എന്തെങ്കിലും സംഭവമൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. അതായത് പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ വർഷവും ഡേറ്റ് സമയമൊക്കെ ഇങ്ങനെ മാറി ഇങ്ങനെ പോകും. മാസവും വർഷങ്ങളും ഒക്കെ മാറുന്നുണ്ട്. എന്താണ് ഒരു ഐഡിയ കിട്ടുന്നില്ല. കുറേ നിന്ന് നോക്കി ഓസ്ലർ, അബ്രഹാം ഓസ്ലർ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റ്. പിന്നെ സിനിമയുടെ ഡ്യൂറേഷൻ വന്നിട്ടുണ്ട് 2 മണിക്കൂറും 22 മിനിറ്റും. പിന്നെ സിനിമ നാളെ റിലീസാണ്, പോയി കാണണം. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ജയറാമാണ് അഭിനയിക്കുന്നത്. മമ്മൂക്ക വില്ലനായിട്ട് വരുന്നു. മതിയോ? മതി. അടുത്ത ധാരാളം. ഓക്കെ, അടുത്ത കിഴി അങ്ങോട്ട് പറയടേ ഇരുന്ന് കിണിക്കാണ്ട്. മലൈക്കോട്ടെ വാലിബന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണാം. ഒരു ഗംഭീര പോസ്റ്റർ കേട്ടോ. പക്ഷെ വേറൊരു കാര്യം, ഞാൻ എൻ്റെ മോഡൊന്ന് മാറ്റിക്കോ. അഹങ്കാരത്തിന്റെ മോഡ് മാറ്റിയിട്ട് അതിപ്പോ തുടങ്ങിയപ്പോ മുതലേ അങ്ങനെ മാറ്റിയാണോ? ഓക്കെ, മെച്ചല്ല കേട്ടോ. അത് നല്ലതാ. അല്ല, നമ്മൾ പറഞ്ഞാലേ ഇനി ഹൈപ്പ് കയറണ്ട, അത് പേടിയാണ്. സുഖമല്ല, സുഖമല്ല. ഇത് കണ്ടിട്ട് ഹൈപ്പ് കയറൂല. പക്ഷെ ഞാനൊരു കാര്യം പറയാൻ വന്നായിരുന്നു. അത് ആ ടോൺ മാറുന്നതിന്റെ ഇടയ്ക്ക് വിട്ടുപോയതാ. അതായത് ഇവർക്ക് ഒരു സിനിമേന്റെ ഒഫീഷ്യൽ പോസ്റ്റർ ആദ്യം തരാനുള്ള യോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതും തിയേറ്ററിൽ ഫ്ലെക്സ് വെച്ചതാ. ആദ്യം അത് ലീക്ക് ആയി കഴിഞ്ഞാൽ ആദ്യം അത് പുറത്ത് വന്നതിന് ശേഷമാണ് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഈ സാധനം വന്നത്. അല്ല, ഇനിയൊക്കെ ഉള്ളതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും ട്രെയിലറും അങ്ങനെ ആവല്ലേ. പലതും ലാലേട്ടൻ അപ്ലോഡ് പോലും ചെയ്യില്ല. ഇപ്പൊ ഇതാണെങ്കിൽ പോലും സ്റ്റോറി ഇട്ടുള്ളൂ. സത്യം, ഫേസ്ബുക്കിൽ ഇട്ടു, പക്ഷെ ഇൻസ്റ്റയിൽ സ്റ്റോറി മാത്രം. എന്തായാലും ആളുടെ കയ്യിൽ വാളാണ്. ഒരു കൂട്ടം ആൾക്കാരെ സംരക്ഷിക്കുന്ന ഒരു സീനാണ്. ഗംഭീരമായ ഒരു ഫൈറ്റ് സീനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പ്രതീക്ഷയില്ല, ഹൈപ്പ് കുറക്കാൻ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇത് കണ്ടിട്ട് പ്രതീക്ഷ തോന്നൂല, ആർക്കും തോന്നൂല. അതെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തത് എന്താണ്? ആട് ജീവിതം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് 5 മണിക്ക്. അതും നമ്മുടെ ഞാൻ ലേബൽ എന്ന് പറയാൻ പോലും റെബൽ സ്റ്റാർ പ്രഭാസ് ആണ് ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് ലുക്ക്. ലേബൽ സ്റ്റാർ. അല്ല, അപ്പൊ ഇതുവരെ വന്നതൊക്കെ ഫസ്റ്റ് ലുക്ക് അല്ലേ? ഞാനും അതാ ചിന്തിച്ചത്. അതായത് ഒരുപാട് ആടുകൾക്കിടയിൽ തല പൊക്കി നിൽക്കുന്ന ഒരു അത് വരുന്നതിന്റെ മുന്നേ ഫസ്റ്റ് ലുക്ക് വരുന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നെ?
അതിന്റെ മുൻപുള്ള എല്ലാം ഫാൻ മുന്നത്തെ അല്ല ഞാൻ ചോദിച്ചത്, ഈ പോസ്റ്റർ വരുന്നതിന്റെ മുന്നേ ഫസ്റ്റ് ലുക്കാണ് വരാൻ പോകുന്നതെന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, അനൗൺസ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ വരവ് ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ട്. ആണല്ലേ? അപ്പോഴും ഫസ്റ്റ് ലുക്ക് അതാണ് ചോദ്യം. ഫസ്റ്റ് ലുക്ക് എന്നുള്ള രീതിയിലാണ് അത് എല്ലാവരും പരിഗണിച്ചത്. അതാണ് സത്യം. പക്ഷെ അങ്ങനെയല്ല, ഇന്ന് വരുന്നതാണ് ഫസ്റ്റ് ലുക്ക്. ഇന്ന് 5 മണിക്ക്. ഓക്കെ, യഥാർത്ഥ ഫസ്റ്റ് ലുക്ക് കാണാം. ഓക്കെ, വീഡിയോ ആയിരിക്കുമോ, ഫോട്ടോ ആയിരിക്കുമോ, ഒന്നും പറയാൻ പറ്റൂല. അടുത്ത കിഴി, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. വീണ്ടും ഞാൻ മോഡ് മാറ്റുകയാണ്. അഹങ്കാരം, ആ അഹങ്കാരത്തിന് തളപ്പങ്ങട് കയറട്ടെ, നന്നായിട്ട് കയറിക്കോട്ടെ. ഓക്കെ, ജൂൺ 13 നിനക്ക് അഹങ്കരിക്കാലോടാ, നീ അതിന് മാത്രം എടുത്ത് വെക്കുന്നുണ്ടല്ലോ. എന്താ അഹങ്കരിക്കുന്നതിന് കുഴപ്പം, ധൈര്യമായിട്ട് അഹങ്കരിച്ചോ. ഞാനൊക്കെ ആണെങ്കിൽ മറ്റേ ഉന്നതങ്ങളിൽ എത്തിയാണ് അഹങ്കരിച്ചിട്ട്. ആ ഉന്നതങ്ങളിൽ നിന്ന് നിന്നെ താഴെ ഇറക്കാനാണ് എൻ്റെ ഈ ഒരു പരിശ്രമം. ഓക്കെ, ശരി, നടക്കട്ടെ. ഓക്കെ, ജൂൺ 13 സിനിമ റിലീസിനെത്തും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് ഇവർ പ്ലാൻ ചെയ്യുന്നത് ഇതാണ് റിലീസ് ഡേറ്റ്, ജൂൺ അല്ലേ? ജൂൺ. പിന്നെ ഇപ്പോൾ ഷെഡ്യൂള് ചെന്നൈയിലും പിന്നെ നമ്മുടെ കൊച്ചിയിലുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞാൽ ഉടൻ നേരെ ശ്രീലങ്കയിലേക്ക്. എല്ലാ രാജ്യവും കറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. ഫുള്ള് ഏലിയൻ തന്നെ ആയിരിക്കും. എല്ലായിടത്തും ഓരോ ടൈമിൽ പോകാൻ പറ്റുന്ന ഒരാളാണല്ലോ. ഏലിയൻ തന്നെ ആയിരിക്കും കേട്ടോ. ആയിരിക്കാം, കണ്ടറിയാം. എന്തായാലും എന്താണെങ്കിൽ കൊള്ളാം. ഫൈറ്റർ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ജനുവരി 15 വരുമെന്ന് ശക്തമായ റൂമറുകൾ വരുന്നുണ്ട്. ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ 15 തന്നെ ഉണ്ടാവും എന്നാണ് ചാൻസ് കേട്ടോ. ഓക്കെ, നമ്മുടെ ചെറുകന്റെ ബർത്ത്ഡേ ആണെന്ന്. ഹൃതിക് റോഷന്റെ 50ാമത്തെ വയസ്സ് ഇന്ന് പൂർത്തിയായി. മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിട്ട് ഓരോ പ്രായം പറഞ്ഞു നടക്കുന്നത്. നമ്മളെ പറഞ്ഞ് പറ്റിക്കുക ഏതാപ്പതൊക്കെ ആ പറഞ്ഞവരൊക്കെ നമ്മൾ വിശ്വസിക്കുക. സത്യം. ഓക്കെ, അടുത്ത കിഴി, സൂര്യ 43. സൂര്യ 43യുടെ ഒഡീഷൻ നടക്കുന്നുണ്ട്. ട്രൈ ചെയ്യാനുള്ളവർക്കൊക്കെ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട്. സംഭവം എന്തായാലും 11, 12 ഈ 2 ദിവസങ്ങളായിട്ട് നടക്കും. ജനുവരി 11, 12 കേട്ടോ. 10 മുതൽ ഈവനിങ് 5 മണി വരെ. ഞാൻ വിചാരിച്ചു ഡേറ്റ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ 10 മുതൽ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ 10-ാം തീയതി മുതലോ 11, 12 പറഞ്ഞിട്ട്. പോരട്ടെ. അവതാർ 4. അത് 2 കണ്ടിട്ടല്ലോ നിനക്ക് മതിയായത്. ഈ ലോകം നിർത്താനായില്ലേ നിങ്ങൾക്ക്? ഇല്ല, ഈ ലോകത്തിന്റെ തന്നെ ഏറ്റവും അതായത് എന്താ പറയാ ഉള്ള കാര്യം പറയാലോ. അവതാർ 2 നമുക്ക് അവതാർ 1ന്റെ അത്ര ഒട്ടും പിടിച്ചിട്ടില്ല. അവതാർ 1 വേറെ ലെവല്. ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. എന്നാൽ പറയാൻ അത് വന്നോട്ടെ, അത് കുഴപ്പമില്ല, ഉള്ള കാര്യമാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നമുക്ക് പറയാലോ. എന്നാണെങ്കിലും ഇനി പറയാൻ പോകുന്നത് അവതാർ 4ന്റെയും അവതാർ 3ന്റെയും കാര്യമാണ് കേട്ടോ. അവതാർ 4 ഷൂട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു അടുത്ത മാസം ഷൂട്ട് തുടങ്ങും. അതുപോലെ തന്നെ അവതാർ 3 റിലീസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 2025. അവതാർ 4 റിലീസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 2029. ചെറിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് ഞാൻ. ഇപ്പൊ എനിക്കൊരു പറയാനുള്ള ഡയലോഗ് ഉണ്ട്, പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിഴിയുടെ വലുപ്പം കൂടും. നീ പറഞ്ഞില്ലെങ്കിലും ഈ കിഴിയുടെ വലുപ്പം നല്ലപോലെ കൂടിയിട്ടുണ്ട്. അപ്പൊ പറയാലേ, പറഞ്ഞോ, പിന്നെ അല്ലാണ്ട്. അതായത് ഡിസംബർ, ഇവരെന്തുകൊണ്ടാണ് ഡിസംബർ തിരഞ്ഞെടുക്കുന്നത് അറിയോ? അതായത് വളരെ മഹത്തരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഡിസംബറിലാണ്. ഡിസംബർ 6-ാം തീയതിയാണ് എന്റെ ജന്മം. അത് തന്നെ. ഇനി ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ കിഴി ഏറ്റവും ലോക്കൽ കിഴിയാ. ഇന്നത്തെ കിഴി എപ്പിസോഡിൽ ഏറ്റവും മോശം കിഴി അവതാർ. സത്യം, ഏറ്റവും മോശം. പക്ഷെ ഡിസംബർ 6 അത് വേറെ ലെവലാ, അതൊരു സംശയമല്ല. അതെ, അടുത്ത കിഴി. ഓക്കെ, ഡിസംബർ 6 വിളിച്ചു പറഞ്ഞാന്ന് തോന്നുന്നു. ഞാന് നമ്മുടെ ജന്മദിനാടാന്ന് തെണ്ടിക്ക് പേരിട്ടുണ്ട് ഇപ്പൊ. ചെറ്റാന്ന് വിളിച്ച് അതല്ലേ എനിക്ക് അതാ ഇഷ്ടപ്പെട്ടെ. താഴെ സെയിം ടീയുടെ മുത്തേത് ഡിസംബർ 6 എന്റെ. അയ്യോ. ഓക്കെ, അടുത്ത കിഴി
മിക്കവാറും ഡിസംബർ എത്തൂല, അതിന് മുൻപേ ഞാൻ തീർക്കും. അതിൻ്റെ ഒരു പരിപാടി ഞാൻ തീർക്കും. ഓക്കെ, അടുത്ത കീഴ് ടെർബോ സിനിമയുടെ ഒരു ലൊക്കേഷൻ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്, ലീക്കായിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരങ്ങ് അതും വമ്പൻ മെയിൻ സ്ട്രീം ചാനലൊക്കെ എടുത്തിട്ടുണ്ടോടാ. അതും അത്രയും ഗംഭീരമായൊരു സീന്. അതൊരു സത്യം, അതും ഗംഭീര ഒരു ഫൈറ്റ് സീന്, അത് കൊണ്ടുപോയിട്ട് ലീക്കാക്കിയിരുന്നു. വളരെ മോശമാട്ടോ അത്. ഇനി അത് പോട്ടെ, ലീക്കായതായി. പക്ഷെ ഇത് ഭയങ്കര വമ്പൻ ചാനലൊക്കെ എടുത്തിട്ടുണ്ട്. അവര് വീണ്ടും അത് വീണ്ടും ആൾക്കാരിലേക്ക് എത്തിക്കുക. ഭയങ്കരം തന്നെയായിട്ട്. എന്തായാലും വേറൊരു സംഭവം പറയാനുണ്ട്. ടെർബോ സിനിമയിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ടാവും. അത് ലാലേട്ടൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സോങ് പ്ലേ ചെയ്തുകൊണ്ടുള്ള ഒരു ഫൈറ്റ് സീൻ ആയിരിക്കും എന്നുള്ളതാണ്. അതായിരിക്കില്ല, അതിനേക്കാളും കുറച്ചും കൂടി വീര്യം കൂടിയ സാധനമായിരിക്കും. അത് വീര്യല്ലേ ഇപ്പൊ? അതിന് വീര്യം കുറവാ. അതൊരു കോമിക് സാധനമല്ലടാ. വേറെ ഏതായിരിക്കും? അതന്നെ ടെർബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി ആക്ഷൻ ജോണർ ആണല്ലോ വരുന്നത്. അതും ഒരു സത്യമാണ്. എന്നാലും അത് എടുത്തിട്ട് ഇടുവോ? പറയാൻ പറ്റില്ല, ഏതാവാം. ഏതെങ്കിലും എടുത്തിട്ട് ഇടുമ്പോ നമുക്ക് തിയേറ്ററിൽ സെറ്റ് ആക്കാം. അല്ലാതെ ഇപ്പൊ ഏതിനാ സാധ്യത? അല്ലാതെ ഇപ്പൊ പ്ലേലിസ്റ്റ് അടിക്കണേ. അതാണ്, അതൊരു സത്യം. ഞാൻ പറയാൻ വരുമായിരുന്നു, ലിയോയിലുണ്ടായിരുന്ന സംഭവം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ജയിലറിലുണ്ടായിരുന്നു. അതെ അതെ, അതിനും മേലെ അതിനു മുൻപുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറെ സിനിമകൾ വന്നിട്ടുണ്ട്. അടുത്തത് എന്തിന് കൈദി പോലും ഉണ്ട്. അതെ, കൈദിയിലൊക്കെ അത് ഒരുപാടുണ്ട്. ഓക്കെ, എന്താണ് ബ്രഹ്മയുഗം? ഓക്കെ, സിനിമയുടെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് നമ്മുടെ ട്രൂത്ത് ഗ്ലോബൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, നിനക്കുള്ള മറുപടിയും തരുന്നുണ്ട്. അത് എന്നെ തെറി പറഞ്ഞു, നീ എന്തിനാണ് അവനെ കൊണ്ട് പറയിപ്പിക്കാത്തെന്നുള്ള ചോദിച്ചത്. എന്തെങ്കിലും നീ എന്തെങ്കിലും ഇത്ര ഒഫീഷ്യൽ പോസ്റ്റർ ആണ്. അവര് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തതാണ് ട്രൂത്ത് ഗ്ലോബൽ. മമ്മൂട്ടിയുടെ സിനിമ ഏതാണ്ട് ഇവരൊക്കെ തന്നെയല്ലേ? ട്രൂത്ത് മിക്കതും ട്രൂത്തിന്റെ തന്നെയാണ്. അത് ഏതാണ്ട് ട്രൂത്ത് ആണ് എടുക്കുന്നത് എപ്പോഴും. പ്രെഡിക്റ്റബിൾ ആയിരുന്നു അത്. പിന്നെന്താ, തീർച്ചയായിട്ടും. കീഴ് എപ്പിസോഡ് കൂടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.